ഹീറോയിൻസ് സെൽഫ് ലവ് ഇസ് ദ ബെസ്റ്റ് ലവ്. ഞാൻ ചെറിയ ആളൊന്നും അല്ല, ഞാൻ വലിയ പുള്ളിയാ. പക്ഷെ ഇപ്പൊ കുറെ പേര് ഇപ്പൊ ഞാനൊക്കെ ഉള്ള സമയത്ത് ഇപ്പൊ ഞാൻ മിസ്സിന്റെ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗോ ആൻഡ് ഷിഫ്റ്റ് മുംബൈ, ഡൽഹി. പക്ഷെ ആ സമയത്ത് ഐ ഡിഡ്ന്റ് ഡു ദാറ്റ്. There are lot of creators who put similar, maybe a little bit more hard work to their work, but they are not being called. I'm from the south of India, Kerala. From the south? You don't look like you're from the south of India. You know, your skin color, more or less you look like from Pune, Delhi. അപ്പൊ ഞാൻ മനസ്സിലായിരിക്കും കേരളത്തിലും ഇങ്ങനത്തെ സ്കിൻ ഉള്ളവരുണ്ട്, പല സ്കിൻ ഉള്ളവരുണ്ട്. ഡസ്കി, മീഡിയം, വീറ്റിഷ്, വൈറ്റിഷ്, ക്രീമിഷ് എല്ലാം ഉണ്ട്. പക്ഷെ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അതെന്താ? അല്ല, why do you think we need to celebrate birthdays? ഞാൻ പറഞ്ഞു because you yourself is a gift from God. അപ്പം നമ്മള് ചെറിയ ആളുകളൊന്നും അല്ലല്ലോ. നമ്മൾ സൂപ്പർ സ്റ്റാർ അല്ല, നമ്മൾ ഹീറോയിൻസ്. സെൽഫ് ലവ് ഇസ് ദ ബെസ്റ്റ് ലവ്. ഞാൻ ചെറിയ ആളൊന്നും അല്ല, ഞാൻ വലിയ പുള്ളിയാ. അപ്പൊ അതുകൊണ്ട് എന്റെ ബർത്ത്ഡേ ആര് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിലും ഒരു കേക്ക് ഒക്കെ മേടിക്കാനുള്ള കാശ് എന്റെ ഉണ്ട്. ആ കേക്ക് മേടിച്ച് ഞാൻ നിന്റെ അല്ല, വേറെ വല്ല ചാനലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞത് ആദ്യം അതായിരിക്കും ആദ്യം വരുന്നത് തമ്മിൽ താഴ്ത്തെഴുതിയിട്ടുണ്ട്. അതെ, ഞാൻ വലിയ പുള്ളിയാ. അതുകൊണ്ട് എന്താ പറയാൻ വന്നേ? അല്ല, ഞാനില്ലേ പൊതുവെ എന്റെ ബർത്ത്ഡേ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളല്ല. അതായത് പക്ഷെ എനിക്ക് വിഷമ ഒരു കേക്കെങ്കിലും കട്ട് ചെയ്തില്ലെങ്കിൽ. കാരണം ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഏതൊക്കെയോ ഫ്രണ്ട്സ് എപ്പോഴും വരാറുണ്ട്, ലൈക്ക് ആരെങ്കിലും ഒക്കെ കേക്ക് ആയിട്ട് വരും. ലൈക്ക് അങ്ങനെ ഇല്ലാത്തൊരു ബർത്ത്ഡേ ഉണ്ടായിട്ടില്ല. ഏതോ ഒരു ബർത്ത്ഡേക്ക് കേക്ക് ഭയങ്കര ഓവർ അല്ലേന്ന് വെച്ചാൽ ഒരു പീസ എന്തോ കൊണ്ടുവന്നു. എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതെനിക്ക് കേക്ക് ഇല്ലാത്തതിന്റെ ഒരു വിഷമം. പിന്നെ ഇപ്പൊ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യും കേട്ടോ, ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യില്ല. തലേന്ന് പെട്ടെന്ന് ഞാൻ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അമ്മയുടെ ഫോണിൽ രാത്രി ഒരു കോളൊക്കെ ഏതെങ്കിലും ഫ്രണ്ട് ഡോർ തുറക്കാനൊക്കെ. അപ്പൊ എനിക്കറിയാം. അപ്പൊ അമ്മയാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ലക്ഷ്മി ഇതൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. അതൊക്കെ രസമല്ലേ. ഇപ്പൊ സ്കൂൾ ഫ്രണ്ട്സ് അങ്ങനെയുള്ള ഇതല്ലേ, ഇപ്പൊ കുറച്ചും കൂടിയും വേറെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ്. പണ്ടൊക്കെ അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. ആരെങ്കിലും ഒക്കെ വരുമായിരുന്നു എപ്പോഴും. പിന്നെ ആക്ച്വലി ഇത് വൺസ് ഇൻ എ ഇയർ തിങ് ആണ്. നമ്മള് വേറെ ഏത് ടൈമിലാണ് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തൊക്കെ ഞാൻ ആ ദിവസം ലൈക്ക് എല്ലാവരും മേക്ക് ഫീൽ സ്പെഷ്യൽ. അത് ആ ഒരു ദിവസത്തെ ഒരു ഇതല്ല, ആ സ്പെഷ്യൽ ഫീലിംഗ് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ 2 ദിവസം, ഒന്ന് നമ്മുടെ കല്യാണം, ഒന്ന് പിന്നെ ബാക്കിയുള്ള ബർത്ത്ഡേ. നമ്മളിങ്ങനെ ഭയങ്കര എല്ലാവരും നമ്മുടെ അടുത്ത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട്. ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോ നമ്മള് ക്രിസ്മസിന് പ്ലം കേക്ക് കട്ട് ചെയ്ത് അതല്ലാതെ വേറെ ചില ആൾക്കാർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ നമ്മൾ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ അവരും പറയും യു ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. അങ്ങനെ നല്ലൊരു ഗുഡ് ട്രഡിഷൻ പരിപാടി. ദാറ്റ്സ് വൈ ഞാൻ അപർണയെ കുറിച്ച് നല്ലത് പറഞ്ഞത്. ഇനി ലക്ഷ്മിയെ കുറിച്ച് പറയാം. ലക്ഷ്മി ഞാൻ 2017 തൊട്ട് അഡ്മയർ ചെയ്യുന്ന ഒരു മോഡലാണ്. പറഞ്ഞു ആദ്യം. യെസ്, കാരണം അത് ആദ്യമേ പറഞ്ഞായിരുന്നു. എന്നാലും അങ്ങനെ ഒരു റീസൺ കൂടിയുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു മോഡലിംഗിലേക്ക് കയറാൻ ഇഷ്ടമില്ലാത്ത ഗേൾസ് ഭയങ്കര കുറവായിരിക്കും. പിന്നെ മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ളവര് ഫ്രം കൊച്ചി ടു ബി വെരി പ്രിസൈസ്, അല്ലെ കേരള ടു ബി വെരി പ്രിസൈസ്, ലക്ഷ്മിനെ എന്തായാലും എനിക്ക് തോന്നുന്നു നോക്കിക്കാണുന്ന ഒരു ആളാണ്. പക്ഷെ ഇപ്പൊ കുറെ പേര് ഇപ്പൊ ഞാനൊക്കെ ഉള്ള സമയത്ത് ഇപ്പൊ ഞാൻ മിസ്സിന്റെ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗോ ആൻഡ് ഷിഫ്റ്റ് മുംബൈ, ഡൽഹി. പക്ഷെ ആ സമയത്ത് ഐ ഡിഡ്ന്റ് ഡു ദാറ്റ്. പക്ഷെ ഇപ്പൊ എന്തോരം പേരാ ഉള്ളത്. ലൈക്ക് നമുക്ക് അത് ഇവർക്കൊന്നും ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോയിങ് ഉള്ളവർ പോലും അല്ല. അതുകൊണ്ടാണ് നമുക്ക് അറിയാത്തത്. പക്ഷെ അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ. കാരണം കുറെ പേര് മലയാളി എന്നുള്ളൊരു സാധനമൊക്കെ മാറും. കേരളം മലയാളി എന്നുള്ളത് ഇപ്പൊ ഇവൻ മിസ് ഇന്ത്യക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യ, എനിക്ക് ഇതേവരെ അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അവര് സെലക്ട് ചെയ്യുവാണല്ലോ. നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഏത് സ്റ്റേറ്റിൽ നിന്നാന്നുള്ളതല്ല, നമ്മളെങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. എനിക്ക് സൗത്ത് എന്നുള്ളൊരു ഡിസ്ക്രിമിനേഷൻ ഞാൻ പലയിടത്തും വരെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കോണ്ടന്റ് ക്രിയേഷനിൽ സംസാരിച്ചിട്ടുണ്ട്. കോണ്ടന്റ് ക്രിയേഷനിൽ സൗത്ത് അല്ലെങ്കിൽ കേരള വേറെ തന്നെ ഏതോ കൺട്രിയാണ്. അത് അപ്പു പറഞ്ഞപ്പോഴാണ് എനിക്ക് പറഞ്ഞിട്ട് അത് എനിക്കറിയില്ല. ഇതൊക്കെ എത്ര തവണ പറഞ്ഞാലും ഇതൊക്കെ എത്തേണ്ട ചെവികളിൽ എത്തുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഇടുന്ന ക്വാളിറ്റി വർക്കില് നമ്മൾ ചെയ്യുന്ന നമ്മൾ എൻഡോസ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഇറ്റ്സ് നോ ലെസ് ദൻ ദ സെയിം ബ്രാൻഡ്സ് ദാറ്റ് ദി അതർ നോർത്ത് പീപ്പിൾ എൻഡോസിങ്. നമ്മൾ അത് സെയിം ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അവരെയൊക്കെ കൂടുതൽ ഫോളോവേഴ്സ് വിടും. ബിക്കോസ് ഇറ്റ്സ് നമ്പേഴ്സ്, അത് വിട്ടേക്കാം. പക്ഷെ ക്വാളിറ്റി ഓഫ് ദ വർക്ക്, ചെയ്യുന്ന സെയിം ബ്രാൻഡ്സ്, ചെയ്യുന്ന സെയിം നമ്മൾ ഇടുന്ന ഹാർഡ് വർക്ക്, ഇതൊക്കെ സെയിം ആണ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഒരു ഇവന്റ്സ്, ഒരു അവാർഡ്സ്, ഇവന്റ്സ്, ഒരു സോഷ്യൽ ഗ്യാദറിംഗ്, എന്താണെങ്കിലും
സൗത്ത് നിന്ന് ഒരു ഫേസ് പോലും ഉണ്ടാവില്ല. ആണല്ലേ? അതെ സൗത്ത് നിന്ന് ഒരു ഫേസ് പോലും ഉണ്ടാവില്ല. എന്നെ വിട്ടോ, ഇവിടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒത്തിരി മലയാളി ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഐ എം നോട്ട് കോളിംഗ് ഔട്ട് ബൈ നെയിം. പക്ഷെ ഒരുപാട് മലയാളത്തില് കൊച്ചിയില് താമസിക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ബ്യൂട്ടി ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇവരുടെ ഫേസ് പോലും ഉണ്ടാവാറില്ല. ഇവരുടെ ഫേസ് പോലും ഇപ്പം നൈക്കയുടെ ഒരു ഇവന്റ് ഉണ്ട്, ടീറയുടെ ഒരു ഇവന്റ് ഉണ്ട്, സെഫോറയുടെ ഒരു ഇവന്റ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രാൻഡിന്റെ ഒരു ഡിന്നർ ഉണ്ട്, അല്ലെങ്കിൽ ലാക്മി ഫാഷൻ വീക്ക്, അല്ലെങ്കിൽ FDCIയുടെ മറ്റേ പരിപാടി, ഈ പരിപാടി. വേറെ ഒത്തിരി ക്രിയേറ്റേഴ്സ് ഉണ്ടാവും നോർത്ത് നിന്ന്, മുംബൈയിൽ നിന്നുണ്ടാവും. മുംബൈ ആൻഡ് ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ. വൈ മുംബൈ ആൻഡ് ഡൽഹി ആർ ദ ഓൺലി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ? There are lot of creators who put similar, maybe a little bit more hard work to their work, but they are not being called. They are not being invited. ഞാൻ എപ്പോഴും ആലോചിക്കും, എന്താണ് ഇത്ര ഡിസ്ക്രിമിനേഷൻ? സത്യം അത് കേരളത്തിലുള്ളവരാണ് മെയിൻലി. സത്യം. അത് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയില്ല. പൊളിറ്റിക്സ് അത് ഇത് അങ്ങനെയൊന്നും നമ്മൾ സംസാരിക്കില്ല. പക്ഷെ അതിലാണെങ്കിൽ പോലും നമുക്കൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. കേരള മാത്രമേ ഉള്ളൂ. നമ്മൾ മലയാളികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ മലയാളികൾ മാത്രമേ ഉള്ളൂ. കാരണം എന്താ അറിയോ, ഭയങ്കര സെൻസിബിൾ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. നമുക്ക് എല്ലാത്തിനും എക്സ്പ്ലനേഷൻ ഉണ്ട്. നമ്മളോട് ഇത്രേ പേയ്മെന്റ് തരുള്ളൂ, അതെന്തുകൊണ്ടാണ് എനിക്ക് അത്രയും പേയ്മെന്റ് തരുന്നത് ചോദിക്കാനുള്ള നമുക്കൊരു ധൈര്യമുണ്ട്. ആ ഇതിനെയാണ് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെന്നല്ല, അവർക്ക് അത് കൊണ്ട് നമ്മളെ മാറ്റി നിർത്തുക, അങ്ങനത്തെ കുറെ പരിപാടിയുണ്ട്. പിന്നെ മറ്റേ ഞാൻ പൂനെയില് മറ്റേ കോർപ്പറേറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഈ കോണ്ടന്റ് ക്രിയേഷനോട് നിൽക്കട്ടെ, അവിടെ വെളുത്തിട്ടാണല്ലോ അങ്ങനെ. അയ്യോ, സാധാരണ നിങ്ങള് തമിഴിയൻസ് ഒക്കെ കറുത്തിട്ടാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് ഒന്നാമത്തെ കാര്യം, ഞാൻ തമിഴല്ല, ഞാൻ കേരളമാണ്, അത് മലയാളം വേറെ തമിഴ് വരെ. ഇത് പഠിപ്പിച്ചു തരാൻ തന്നെ 2 മാസം എടുക്കും. അങ്ങനെ വെളുപ്പും കറുപ്പും ഒക്കെ തമ്മിൽ എന്തിരിക്കും? എനിക്ക് അത്ഭുതമായിട്ടോ, ലക്ഷ്മിക്ക് അത് കിട്ടിയിട്ടില്ല. ഇല്ല എനിക്ക് അങ്ങനെ ഒന്നാമത് ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല പുറത്ത്. ഇപ്പം ഞാൻ പോയേക്കുന്ന ഇപ്പൊ മിസ്സിന്റെക്ക് പോയ ആ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. മോഡലിംഗിലും അങ്ങനെ ഫേസ് കേരള എന്ന് പറയുമ്പോ അപ്പം സ്കിൻ കളർ വെച്ച് ആരും ഒന്നും ചോദിക്കാറില്ല. എനിക്ക് അങ്ങനെ അല്ല. അതായത് ബേസിക്കലി ഇപ്പൊ എന്നെ കാണുമ്പോ ഒരു മലയാളിയുടെ പോലെ ഇല്ല എന്ന് പറയും. അതിന്റെ ലുക്സ് വെച്ചിട്ട് പറയുന്നതേ ഉള്ളൂ. അൺകോൺഷ്യസ് എന്നോട് കുറെ പേര്, ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും, ഐ എം ഫ്രം ഇന്ത്യ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, വേർ ഇൻ ഇന്ത്യ? ഐ എം ഫ്രം ദ സൗത്ത് ഓഫ് ഇന്ത്യ, കേരള. From the south? You don't look like you're from the south of India. Your skin color, more or less you look like from Pune, Delhi. അപ്പൊ ഞാൻ മനസ്സിലായിരിക്കും, കേരളത്തിലും ഇങ്ങനത്തെ ഒക്കെ സ്കിൻ ഉള്ളവരുണ്ട്, പല സ്കിൻ ഉള്ളവരുണ്ട്. ഡസ്കി, മീഡിയം, വീറ്റിഷ്, വൈറ്റിഷ്, ക്രീമിഷ് എല്ലാം ഉണ്ട്. പക്ഷെ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അതെന്താ? എനിക്ക് നമുക്ക് അതൊന്നും വലിയ കാര്യമല്ല. നമ്മൾ കേരളത്തിലുള്ളവർക്ക് അങ്ങനെ കറുപ്പ് വെളുപ്പ്, അതായത് കൊച്ചു വെളുത്തിരിക്കണം അങ്ങനെയൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അത് കേൾക്കുമ്പോ നമുക്ക് അത് എന്ത് സാധനം എന്നുള്ള മോഡലിങ്ങിന്. പക്ഷെ അത്രയും അങ്ങനെ, കാരണം കുറെ സമയങ്ങളിൽ ഇപ്പൊ അവർക്ക് ഡസ്കി ആയിട്ടുള്ളവരെ വേണം, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടെന്നല്ലാണ്ട് അവര് അത് ഏത് സ്ഥലത്ത് നിന്ന് ആ കുട്ടി വരണേ എന്നുള്ളത് മോഡലിങ്ങിന് എനിക്ക് അത്രയും. കാരണം കുറെയൊക്കെ ഇപ്പൊ ഈ കാസ്റ്റിംഗ് വരുമ്പം നമ്മുടെ പെർഫോമൻസ് അല്ല അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ലുക്ക് വെച്ചിട്ട് ഓക്കെ, ഇപ്പൊ ഒരു കുട്ടിയുടെ അമ്മ ലുക്കാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഫുൾ ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ കുട്ടിക്ക് ഈ കുട്ടിയായിരിക്കും ചേരുന്നതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ അവർ സെലക്ട് ചെയ്യുന്നത് ഉണ്ടാകാം. പക്ഷെ പേഴ്സണലി എനിക്ക് അങ്ങനെ കഥകൾ ഇപ്പം എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഇവിടെ ഞാൻ വർക്ക് ചെയ്യണ കുറെയൊക്കെ ഇവിടെയല്ലേ, ഇവിടെ നിന്ന് സൗത്ത് ഇന്ത്യൻസ് ആണല്ലോ കൂടുതൽ. ലൈക് സാരി ഷൂട്ട്സിനൊക്കെ പൊതുവെ പുറത്തുനിന്നും മോഡൽസിനെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അവരൊരു ഫ്രെയിമിൽ തന്നെ എല്ലാവരും നിർത്തുന്നേ. അങ്ങനെ ഒരു ഇപ്പം നമ്മളെ ചെയ്യുന്ന വർക്കും നമ്മുടെ ആ ഒരു ടാലന്റും വെച്ചിട്ടുള്ളൊരു വ്യത്യാസം കൊണ്ടുവരും എന്നല്ലാണ്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. മിസ് ഇന്ത്യക്ക് പോയപ്പോഴും എനിക്ക് മേ ബി ഞാൻ എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ മിസ് സൗത്ത് ഇന്ത്യ പാജന്റ് എന്തോ പോയപ്പോ എന്റെ ഒപ്പമുള്ള ഒരു കുട്ടി എന്തോ പറഞ്ഞു, അങ്ങനെ ആരോ അങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ. അല്ലാണ്ട് എനിക്ക് മിസ് ഇന്ത്യക്ക് പോയപ്പോഴും ഫേസ് തോന്നിയിട്ടുണ്ട്. ഞാൻ പോയപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ആ പാജൻസിലുള്ള ഗേൾസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, എനിക്ക് ഒരാൾ പോലെ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, കേരളത്തിൽ ഇത്ര വെളുപ്പുള്ള അങ്ങനെയൊന്നും എന്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല. അല്ല, പക്ഷെ അങ്ങനത്തെ ചോദ്യം ചോദിക്കുമ്പോ ഞെട്ടിപ്പോകും. അതെ, നമ്മളങ്ങനെ ആൻസർ പറയണമെന്നറിയില്ല. ഇങ്ങനെയുള്ളവരും ഉണ്ട്, 4 സ്റ്റേറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം പോലും ഇവർക്ക് അത്രയുള്ള വിദ്യാഭ്യാസം പോലും പറയുന്നത്. എന്നിട്ട് അതായത് ഇങ്ങനെ നിങ്ങൾ തമിഴിയൻസ് അങ്ങനെ പറയുമ്പോ നമുക്ക് എന്തിനാണ് അങ്ങനെ കാണുന്നത്? എന്തിനാ നമ്മള് എന്തോ പോലെ എനിക്ക് അതുണ്ട്. ലിറ്ററലി ആ ഒരു ഡിസ്ക്രിമിനേഷൻ ത്രൂ ഔട്ട് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫേസ് ചെയ്ത ആളുകള്
കുറവും ഉള്ള പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മള് മലയാളി ക്രിയേറ്റേഴ്സ് കുറേം കൂടി റീജിയണൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരാ മെയിൻലി. ഇപ്പൊ അപർണ ഇസ് സം കൈൻഡ് ഓഫ് എക്സെപ്ഷൻ. ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നതിൽ ഉള്ളൊരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് പാൻ ഇന്ത്യൻ റീച്ച് വരാൻ കൂടുതലാണ്, കാരണം ആളുകൾക്ക് കൺസ്യൂം ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ എടുക്കുകയാണെങ്കിലും ലക്ഷ്മിയുടെ എടുക്കുകയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് റീജിയണൽ ലാംഗ്വേജ്. പിന്നെ അവർക്ക് അങ്ങനെയാണ്, റീജിയണൽ ആയിട്ടാണ് കുറെ ബ്രാൻഡ്സിന് ഡിമാൻഡ് ചെയ്യും. ഇപ്പൊ പുറത്ത് നോർത്തിൽ നിന്ന് വരുന്ന ഏജൻസികളാണെങ്കിലും മലയാളത്തിൽ ചെയ്യോ, റീജിയണൽ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഹിന്ദി എന്ന് പറയുന്ന സാധനമാണ് ബാക്കി, അതായത് സൗത്തിന്റെ മുകളിലേക്കുള്ള എല്ലാ സാധനവും യൂസ് ചെയ്യുന്നത്. അത് നമുക്കറിയാം, അതുകൊണ്ട് നിങ്ങളുടെ സാധനം കാണുന്നു അല്ലേ? നമുക്ക് ഹിന്ദി അറിയാം, അതുകൊണ്ട് അവർക്കൊരു വൈഡ് റീച്ച് വരും. നമുക്കത് ഇല്ലാത്തത് അവർക്ക് നമ്മുടെ ലാംഗ്വേജ് അറിയില്ല. അതിലിപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നൊന്നും. മേ ബി വി ഷുഡ് പുട്ട് സം സബ് ടൈറ്റിൽസ് ഓർ സംതിങ്. ചില ആൾക്കാർ അങ്ങനെ, എനിക്ക് പൊതുവെ മലയാളത്തിൽ കോണ്ടന്റ് ചെയ്യുന്ന ഇപ്പൊ ചില ബ്രാൻഡ്സ് വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ അത്രയും അങ്ങനെ ഉണ്ടാവില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു എപ്പോഴും അവിടെ റെസ്ട്രിക്റ്റഡ് ആവില്ല. പക്ഷെ അവർക്ക് വേണ്ടത് എന്നെ വെച്ച് ചെയ്യേണ്ടത് ഇവിടുത്തെ ടാർഗറ്റ് ഓഡിയൻസിനെ ആണല്ലോ റീച്ച് ചെയ്യേണ്ടത്. അതെ. പിന്നെ ചില ആഡ്സ് പറയും ഇംഗ്ലീഷ് തന്നെ യൂസ് ചെയ്യണം, കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന റീച്ച് വരുന്നത് ഇന്ന റീജിയൻസിലേക്കാണ്. പിന്നെ നമ്മളുടെ മറ്റേ ജോഗ്രഫി നോക്കുമല്ലോ, എനിക്ക് ആക്ച്വലി കൊച്ചി അല്ല, എനിക്ക് ബാംഗ്ലൂർ മുംബൈ ഒക്കെ കൂടുതൽ. എനിക്ക് കൊച്ചി, ബാംഗ്ലൂർ മാറി വരും, ഇടയ്ക്കിടയ്ക്ക് മാറി വരും. ചില ബ്രാൻഡ്സ് കൊച്ചിയിലുള്ള ബ്രാൻഡ്സ് അപ്പൊ എനിക്ക് ഇതോ കൊച്ചി അല്ലല്ലോ, കൊച്ചിയിലല്ലോ കൂടുതൽ റീച്ച്. പിന്നെ ചില സമയത്ത് കൊച്ചി കയറി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും ഒരു ടാസ്ക് ആണ്. അപ്പം ഈ ബ്രാൻഡ്സിന് പെട്ടെന്ന് നമ്മളെ അങ്ങോട്ട് പെട്ടെന്ന് ആ ഒരു ഷിഫ്റ്റ് പോസിബിൾ അല്ല. നമ്മൾ ആക്ച്വലി ഇപ്പം ഞാനാണെങ്കിൽ ഫസ്റ്റ് തൊട്ടേ ഇംഗ്ലീഷ് ആണ് ചെയ്തത്, മെയിൻലി ബിക്കോസ് ഐ ഹാഡ് എ ടാർഗറ്റ്. എനിക്ക് വലിയ ബ്രാൻഡ്സുകളുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു ടാർഗറ്റ്. അപ്പം ഐ ആക്ച്വലി റെസ്ട്രിക്റ്റഡ് മൈസെൽഫ് ഫ്രം ഡൂയിങ് റീജിയണൽ വർക്ക്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ ഒരു ബ്രാൻഡ് വരുമ്പോൾ എന്റെ പേജ് നോക്കിയാൽ ഒരു ഫസ്റ്റ് ഒരു വലിയ സ്ക്രോളിംഗിൽ തന്നെ ഒരു മലയാളം വീഡിയോസും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് ആ ബ്രാൻഡ് കൊണ്ടുവരുന്നത് കൊണ്ടായിരിക്കാം, അത് മേ ബി ഞാൻ കൊടുക്കുന്ന വർക്കിന്റെ ഇതാണ്. ഞാൻ അങ്ങനെ മലയാളം വീഡിയോസ് ഇല്ലല്ലോ, ഭയങ്കര കുറവല്ലേ. അപ്പം അതുകൊണ്ടായിരിക്കാം ഈ പറയുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്, ലാംഗ്വേജിന്റെ ഒരു കാര്യം ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഓഡിയൻസിനാണെങ്കിലും നമ്മളുടെ ഈ 3.5 കോടി ജനങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ മലയാളം പറയുന്നതാണ് ഇഷ്ടം. ഇപ്പൊ പ്രത്യേകിച്ച് എന്നെ പോലെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന, പോഡ്കാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആങ്കറിങ് ചെയ്യുന്ന ഒരാള് വന്നിരുന്നിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഓ പിന്നെ ഇവിടെ ഇന്നലെ മറ്റേ മലയാളം പറഞ്ഞ ആളാ ഇവിടെ വന്നത്, തീർച്ചയായിട്ടും പറയാം. ഇപ്പൊ പറയുന്നത് മറ്റേ ഇംഗ്ലീഷ് പറഞ്ഞാണോ അർജുനെ വീഴ്ത്തി. അയ്യോ, അങ്ങനെ വരെ ഇനിയിപ്പോ അത് പക്ഷെ അങ്ങനെ ഉണ്ടാവും. ഫണ്ണാണ്, കുഴപ്പമില്ല. ഇപ്പൊ അപർണയുടെയും ജീവയുടെയും ഓരോ വീഡിയോസ്, അയ്യോ ഇവരുടെ ലോക്ക്ഡൌണിൽ ആ മുടി വെട്ടുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട്, അയ്യോ അതൊക്കെ എത്ര നാള് മുന്നേ ചെയ്ത വീഡിയോ, അത് പറഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്. അയ്യോ പക്ഷെ എന്നെ കൊണ്ട് തൊഴിപ്പിച്ചില്ല. കുറച്ച് എങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചെന്നിട്ട് ഇവിടെ പേരിന് വെട്ടിക്കോ, അല്ലാണ്ട് പിന്നെ അവരങ്ങ് തരുവാ, ഒന്നും പറയണ്ട. ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ലൈഫിൽ വരാത്ത ഒരാളായോണ്ട് ചോദിക്കുക, നിങ്ങള് മാരേജിന് ശേഷം ഈ സ്കിൻ കെയർ അങ്ങോട്ട് പഠിപ്പിച്ചായിരുന്നോ? എനിക്ക് എത്രമാത്രം ഞാൻ എനിക്കിവിടെ പറയാൻ പറ്റും അറിഞ്ഞൂടാ. ശരത്ത് അങ്ങനെയല്ല, ഈ ഷീറ്റ് മാസ്ക് ഒക്കെ കുറെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് യൂസ് ചെയ്യാൻ. പക്ഷെ അവരൊക്കെ മറ്റേ ഇതല്ലേ, ലൈക് ചുമ്മാ സോപ്പ് തേച്ച് നല്ല സ്കിന്നുള്ള ആൾക്കാരല്ലേ, എന്നിട്ടും ഒരു ആക്നെ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ മറ്റേ ഉള്ള കണ്ട പൈസ എല്ലാം ഇവിടെ തേച്ച് എനിക്ക് ഒരു കാര്യം. എനിക്ക് തോന്നുന്നു എല്ലാ ആണുങ്ങൾക്കും സ്കിൻ കെയർ ചെയ്യണത് ഇഷ്ടമാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പൊ ഉള്ള ആൺകുട്ടികൾ സ്വതമേ ചെയ്യുന്നുണ്ട്, ഗേൾഫ്രണ്ട്സ് ഇല്ലാതെ തന്നെ ചില ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ഏത് ബ്രാൻഡ് ആയിരിക്കും നല്ലത്, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നവർ. സൺസ്ക്രീൻ എവറിഡേ യൂസ് ചെയ്യുന്നവരാണ് മിനിമം ആണുങ്ങൾ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ മെൻസിനാണെങ്കിൽ ലിമിറ്റഡ് പ്രൊഡക്ട്സേ ഉള്ളൂ, മെൻ ഫോക്കസ് ചെയ്തിട്ട്, ബാക്കിയെല്ലാം വുമണിനെ ഫോക്കസ് ചെയ്തിട്ട്. പക്ഷെ ആക്ച്വലി നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അവർ യൂസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, ബിക്കോസ് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം അവർക്കും ഈക്വലി വർക്ക് ആവും. പക്ഷെ എന്താന്ന് വെച്ചാൽ at some point വേറെ ബ്രാൻഡ്സ് മെന്നിനെന്ന് പറഞ്ഞ് അഡ്വർടൈസ് ചെയ്യുമ്പോ ഇത് മെന്നിനാണെന്നുള്ള കോൺഷ്യസ് സാധനം. ശരി, നമ്മളിപ്പോ ഒരു ഡെർമാറ്റ് എടുത്ത് പോയിട്ട് നമുക്ക് തരുന്ന മാസ്ക് ഒക്കെ തന്നെയായിരിക്കും കൊടുക്കുന്നത്. ഫേസ് വാഷ് ഒക്കെയാണ് ചില ബ്രാൻഡ്സ് പറയുന്ന പോലെ മെൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞൊരു ലൈൻ കൊണ്ടുവരുമ്പോ അവര് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കാര്യം മെന്നിന്റെ സ്കിൻ നമ്മളേലും കുറച്ചുകൂടെ ഹാർഡാണ്, കുറച്ചുകൂടെ തിക്കാണ്. അപ്പൊ അത് പെനിട്രേറ്റ് ചെയ്യാനൊക്കെ ഇൻഗ്രീഡിയൻസ് കുറച്ചുകൂടെ എക്സ്ട്രാ
പേഴ്സൻറ്റ് ഒക്കെ വേണം. ആക്ടേഴ്സ് ഒക്കെ നല്ലപോലെ ഉണ്ടായാലേ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഉണ്ടാവുള്ളായിരിക്കാം. അപ്പം കാരണം എന്റെ ഒരു ഫ്രണ്ടിന്റെ അവിടെ നമ്മള് ഡെർമാറ്റ് ആണ്. അപ്പൊ അവിടെ പോയപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് ശരത്തിനൊക്കെ സെയിം പ്രോഡക്ട്സ് ഒക്കെ സെയിം എന്നല്ല, അത് മേ ബി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തരുമായിരിക്കും ആ പ്രോഡക്റ്റ്. അങ്ങനെ ചില ആക്ടേഴ്സ് ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ശരിയാ. ഈ ഇടയ്ക്കിടയ്ക്ക് സ്കിൻ കെയർ റുട്ടീൻ മാറ്റാറുണ്ടോ? കാരണം ഒത്തിരി പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ കിട്ടുമ്പോ ഞാൻ സ്ഥിരം മാറ്റാറുണ്ട്. അപ്പോ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാറുണ്ടോ? ഇല്ല. ഒന്നുമില്ല. ഇപ്പം ആക്ച്വലി കുറെ നാളായിട്ട് ഇത് ചെയ്ത് ഓൾമോസ്റ്റ് എനിക്കിപ്പോ എന്റെ സ്കിന്നിന് എന്ത് ആക്റ്റീവ്സ് നല്ലപോലെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എനിക്കൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്ത് യൂസ് ചെയ്യണം, ടാനിങ് വന്നാൽ ഞാൻ എന്ത് ഇടണം, ആ ഒരു ആക്നെ വന്നാൽ ഞാൻ എന്ത് വെക്കണം എന്നുള്ള ഒരു ബേസിക് ഒരു നോളജ് എനിക്കിപ്പോ കിട്ടി. കുറെ നാളായില്ല ഇതൊക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് കിട്ടി. അപ്പൊ ഞാനിപ്പം ഈ പറയുന്ന പോലെ എപ്പോഴും ഡെർമാറ്റിനോട് ഒന്നും ചോദിക്കാറൊന്നുമില്ല. പിന്നെ ചിലതൊക്കെ ഡെർമാറ്റ്സ് തന്നെ ചില സമയത്ത് നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കേൾക്കുമ്പോ ഞാനിങ്ങനെ ആണോ ഇത് ഇത്ര നല്ലായിരുന്നു, ഇത് ഇവർക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ അവര് ആണോ നൈസ്. മോസ്റ്റ്ലി അവര് പറയുന്ന പ്രോഡക്ട്സ് ആണ് ഇപ്പം ഈ സെറ്റഫിൽ, സെറാവേ, പിന്നെ ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കുറെ നുവോളജി എന്നൊക്കെ പറയുന്ന ബ്രാൻഡൊക്കെ, അതൊക്കെ ആക്ച്വലി ഡെർമാറ്റ്സ് തന്നെ പറയുന്നുണ്ട്. കാര്യം അവര് തന്നെ പറയുന്നുണ്ട് അത് ഡെർമാറ്റ്സ് ഇപ്പൊ നമ്മള് സെൻസോഡൈൻ ഡോക്ടേഴ്സ് പറയുന്ന പോലെ ഇത് ഡെർമാറ്റ്സ് പറയുന്ന ഒരു സെറ്റ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ അവര് പറയുന്ന പ്ലം വരെ ചില ഡോക്ടേഴ്സ് പറയും. പ്ലം ചിലവര് പറയും പ്ലമ്മിന്റെ വൈറ്റമിൻ സി യൂസ് ചെയ്ത് നോക്ക് നല്ലതാണ് എന്നൊക്കെ പറയും. സിമ്പിളിന്റെ ഫേസ് വാഷസ് കുറെ ഡോക്ടേഴ്സ് പറയും. അപ്പൊ അങ്ങനെ പറയുന്ന ഡോക്ടേഴ്സും ഉണ്ട്. ബിക്കോസ് ഡോക്ടേഴ്സ് ഓൾസോ ഓൺ എ ഡെയിലി ബേസിസ് ദേ കൺസ്യൂം ഈ ബ്രാൻഡ്സുകളുടെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ പറയുന്ന ഡോക്ടേഴ്സും ഉണ്ട്. മറ്റേ കോസറാക്സ് അത് നല്ലതാന്ന് പറയുന്ന ഒരു സമയത്ത് അത് ഭയങ്കര യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ അത് സമയത്ത് അത് ആക്ച്വലി എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവില്ല, ഇങ്ങനെ കാണിച്ചിട്ടേ ഇങ്ങനെ ഇടുള്ളൂ. എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചിട്ട് കുറച്ചിങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആണ്. ഞാൻ എന്റെ വിഷയം അത്രയും ഒന്നാം ഞാൻ അങ്ങനെ സ്കിൻ കെയർ ബ്രാൻഡ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നില്ലല്ലോ അധികം. അപ്പൊ എനിക്ക് അത്രയും കുറെ എനിക്ക് അത്രയും വിവരമില്ല. എനിക്കും വലിയ വിവരം. എന്റെ എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ സ്കിൻ കെയർ റുട്ടീൻ ഇപ്പം ഞാനൊരു മോയ്സ്ചറൈസറാണ് ഇപ്പൊ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു എന്താ ഒരു ടോണറും ഒരു നൈറ്റ് മാസ്ക് ഒക്കെ ഡെർമാറ്റ് തന്നിട്ടുണ്ട്, ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്നില്ല. അതാണ് ഞാനിപ്പോ നല്ലൊരു മോയ്സ്ചറൈസർ, അത് അവർ തന്നെ തന്നൊരു മോയ്സ്ചർ, അതാണ് ഞാനിപ്പോ സ്ഥിരം യൂസ് ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് ഏതെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ ഇച്ചിരി വൈറലായിട്ട് ഒന്ന് കൊള്ളാലോ എന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കും. അങ്ങനെയാ ഞാനിപ്പോ സ്ഥിരം ഉപയോഗിക്കുന്നത് അപർണ റെക്കമെൻഡഡ് ടോണർ. ടോണർ ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം, അത് ആളുകൾക്ക് അറിയില്ല. ടോണർ ഇസ് വെരി ഗുഡ്. അത് നമ്മള് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ മോയ്സ്ചറൈസർ അല്ലെ സിറം ഇടുന്നതിനേക്കാൾ ഒരു ടോണർ ഇട്ടിട്ട് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. അത് പകുതി ആളുകൾക്കും അറിയില്ല. പകുതി ആളുകളും ടോണറോ ഞാനൊന്നും യൂസ് ചെയ്യാറില്ല അങ്ങനെ പറയുള്ളൂ. പക്ഷെ പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ക്രെഡിറ്റ്. അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് എക്സാക്ട്ലി യു ആർ അൺഅവെയർ ഓഫ് ഇറ്റ്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. ടോണർ ഇസ് വെരി ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അത് ആ ഡിഫറൻസ് ഒരു 6-7 months ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് തന്നെ മനസ്സിലാവും, ഷെടാ എന്റെ സ്കിന്നൊരു വ്യത്യാസം ഉണ്ടല്ലോ, മനസ്സിലാവും. സ്കിൻ കെയർ ഒരു സമയത്ത് ഞാൻ എനിക്കങ്ങനെ കുറെ ആക്നെ അങ്ങനെയൊന്നും വരാറില്ല, പക്ഷെ ഭയങ്കര ഡള്ളായിട്ട് തോന്നിയിരുന്നു സ്കിൻ. അപ്പൊ ആ സമയത്താണ് ഇങ്ങനെ സ്കിൻ കെയർ റുട്ടീൻ ഞാൻ കൺസിസ്റ്റന്റ്ലി ഫോളോ ചെയ്തിട്ട് അത് നിർത്തിയിട്ടും സ്കിൻ അത്യാവശ്യം സ്കിൻ കേക്കല്ലേ പറയുമ്പോ പേടിയാ, അത്രയ്ക്കും അങ്ങനെ സ്കിന്നിൽ കാണിച്ചില്ലായിരുന്നു. അങ്ങനെ അത്ര നല്ല സ്കിൻ അല്ല, ചെറുതായിട്ടൊക്കെ കാണിച്ചു. അങ്ങനെയൊക്കെ പറയാം. കുറച്ച് കരഞ്ഞായിരുന്നു. അതെ പറയാൻ പറ്റില്ല, പറഞ്ഞ അടുത്ത സമയത്ത് എനിക്കൊരു കുരു 2 കുരു അങ്ങനെ വരാറുണ്ടല്ലേ. എനിക്കും വരും ചില സമയത്ത്. പക്ഷെ ഇപ്പൊ എന്തോ പറയാൻ ഈവിളായി കുറച്ചൊക്കെ പറഞ്ഞായിരുന്നു. ആണല്ലേ? അയ്യോ കോൺവെർസേഷൻ മറന്നുപോയി. മേ ബി കോയിൻസിഡൻസ് ആയിരിക്കും, പക്ഷെ ഐ ഡു ബിലീവ് ഇൻ ദാറ്റ്. അതിപ്പോ ആരായാലും കണ്ണ് കിട്ടും എന്നുള്ള പേടി എന്തായാലും കാണും. എത്ര പ്രോഗ്രസീവ്നെസ് പറയുന്നതാണെങ്കിലും ഈവിളായി ആൻഡ് കർമ്മ, ഈ രണ്ട് സാധനം ഐ ബിലീവ്. സത്യമായിട്ട് മോർ ദാൻ ഗോഡ് ഐ ബിലീവ് ഇൻ ദീസ്. ഒരു കണക്കിന് ദൈവം ഇസ് കർമ്മ. നമ്മൾ വൺ വേ ഓർ ദി അതർ ദൈവം ഇസ് കർമ്മ. ഐ അഗ്രി. അതായത് നീയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത ദൈവം കാണുന്നുണ്ട്. അതെ, നിങ്ങളുടെ ആക്ഷനുള്ള റിസൾട്ട് എക്സാക്ട്ലി. നമുക്ക് കിട്ടുന്ന ഇപ്പം
ശിക്ഷ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും നമുക്ക് കിട്ടുന്ന ഒരു റിയാക്ഷൻ പരിപാടി ഉണ്ടല്ലോ, അത് ദൈവം തരുന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷെ ദൈവം ഇല്ലാന്ന് വിശ്വസിക്കുന്ന ആളുകൾ അത് കർമ്മ എന്ന് പറയും. അത്രേ ഉള്ളൂ. എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് സയൻസിൽ പറയുന്നു. അങ്ങനൊന്നും ചോദിക്കില്ല, എനിക്ക് അടുത്ത ട്രോള് കാരണം ആ സൈസ് ആളിരിപ്പുണ്ട്. ഞാനിങ്ങനെയൊക്കെ അറിയില്ല ആരാന്ന്. എത്രയോ സെക്കൻഡ് ഫസ്റ്റ് അതെനിക്ക് ഓർമ്മയുണ്ട്. അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. തേർഡിലോ ഒന്ന് റൊണാൾഡോയെ കൊണ്ട് അർജന്റീന ഇതൊക്കെ അറിയാമെങ്കിൽ നമ്മൾ എവിടെ എത്തിയാനേ. അതെ, നമ്മൾ സ്കൂളിൽ പഠിച്ചത്. ഇതൊക്കെ ശരിക്കും അറിയാമായിരുന്നെങ്കിൽ ഞാൻ വല്ല സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഒക്കെ മന്ത്ലി ഒരു 50 lakhs സാലറി ഉള്ള ഒരാളെ. പക്ഷെ ഇതൊക്കെ ബേസിക് സയൻസ് ആണ്, എനിക്കറിയില്ല. അങ്ങനെ പക്ഷെ പഠിക്കണം. എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് കാണുന്ന കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, പഠിച്ചാലേ എവിടെ എത്തുള്ളൂ. പറഞ്ഞു വന്ന ഫ്ലോ എങ്ങ പോയി, ചോദ്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. അന്നും അതെ, ഇതുപോലെ എന്തൊക്കെയോ ഞങ്ങള് സംസാരിച്ചിട്ടേ ട്രാക്ക് അങ്ങ് വിടും, എന്നിട്ട് പിന്നെ ചിരിയാവും. ചിരി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ഫ്ലോ കട്ടാവും, എവിടെയാണ് സംസാരിച്ചെന്നുള്ളത് മറന്നു പോകും. എന്നിട്ട് ഏതോ ഒരു ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അതിന്റെ കൺക്ലൂഷൻ വന്നിട്ടേ അങ്ങനെയാണെങ്കിലേ ഇത് അവിടെ ഇരിക്കട്ടെ, ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ശരിയാന്ന് അവിടെ ഇരിക്കട്ടെ. അത് അന്നാണെങ്കിൽ ഷൂട്ടിന് ഇരിക്കുക, അപ്പൊ ഇരിക്കുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ ഇരുന്ന് സംസാരിച്ചില്ല, അതുപോലെ ഒരു സെഷനാണ്. അപ്പൊ ഇവിടെ ക്യാമറ എല്ലാം റെഡിയായി, ഞങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഞങ്ങളുടെ ഞങ്ങളുടെ കഥ സംസാരം റെഡി ഷൂട്ട് ചെയ്യാം, കുറച്ചു നേരമായ. പക്ഷെ ദാറ്റ്സ് ദ ഫൺ ഓഫ് പോഡ്കാസ്റ്റ്. അതാണ് എനിക്ക് പോഡ്കാസ്റ്റ് ഇഷ്ടം. എനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായി, പോഡ്കാസ്റ്റ് ഇസ് ആക്ച്വലി വെരി ഡിഫറെന്റ്. എന്നാണ് എനിക്കത് മനസ്സിലായത്. ഇപ്പം ഞാൻ പേഴ്സണലി ഒരു ക്വസ്റ്റ്യൻ ഷൂട്ട് ചെയ്യുന്നില്ല, എടുത്തോ അങ്ങനെ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ആ കോൺവെർസേഷൻ സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്കത് കുഴപ്പമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോൺവെർസേഷൻസ് ഇങ്ങനെ ബിൽഡ് ചെയ്യാം. എനിക്ക് ഭയങ്കര കോൺവെർസേഷൻ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരാളാ. ഇപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞാലും ഞാൻ ഇവിടെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ട് ആ പോഡ്കാസ്റ്റിനെ കുറിച്ചും കോൺവെർസേഷൻ നടത്തിയിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമുക്ക് ആരോട് സംസാരിച്ചാലും നമുക്ക് എന്തെങ്കിലും ഒരു വിവരം, ഒരു നോളജ് നമുക്ക് കിട്ടും. ഇപ്പം എന്തെങ്കിലും റബ്ബിഷ് പറയുന്ന ആളാണെങ്കിൽ അങ്ങനെ സംസാരിക്കരുത് എന്നുള്ളതിന്റെ വിവരം നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? എല്ലാരിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. അത് ഞാൻ എന്റെ ഈ ആങ്കറിംഗ് ജേർണിയിൽ പഠിച്ചൊരു കാര്യമാണ്. ഒരാളും യൂസ്ലെസ് അല്ല. വെരി ഇപ്പൊ ഞാൻ എന്റെ കാര്യം എനിക്കറിയില്ല, വേറെ ആൾക്കാരാണ് പറയുന്നത്. എന്നാലും ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ പോലും യൂസ്ലെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടാവും. അതാണ് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞത്. അയ്യോ ലക്ഷ്മി അതല്ല, ലക്ഷ്മിന്റെ അടുത്ത് ആദ്യം തൊട്ടേ പറയുന്നത് ഞാൻ വന്നിട്ട് എന്ത് പറയാനാ. അത് ഞാൻ പറഞ്ഞു, റീസെന്റ് വേറൊരു ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് എനിക്ക് കുറെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രേഷൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ പറയാനാണ് മനസ്സിലായത്. നമുക്ക് ഉണ്ടാവും നമ്മുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ചെറുതായിട്ട് തോന്നാം, പക്ഷെ അത് ആഫ്റ്റർ ഓൾ നമ്മുടെ എക്സ്പീരിയൻസ് ആണല്ലോ. അത് വർക്കിനെ പറ്റിയല്ലേ പറയാം, വേറെ പേഴ്സണലി ഉള്ള കാര്യങ്ങളല്ലല്ലോ. ഒന്നാമത്തെ കാര്യം വർക്കിന്റെ കാര്യം അങ്ങനെ അധികം ആൾക്കാർ നമ്മളുടെ അടുത്തിരുന്ന് ഇങ്ങനെ കോൺവെർസേഷൻ നടത്തില്ല. ചിലപ്പോ ഇങ്ങനെ ആ ക്യാമ്പയിൻ ചെയ്തായിരുന്നല്ലേ, ഇത് ചെയ്തായിരുന്നല്ലേ, ആ ഷൂട്ട് ചെയ്തായിരുന്നു, അത്രയും പറയും, വിടും. അതിന്റെ പുറകിലുള്ളതോ അത് കഴിഞ്ഞിട്ടുള്ളതോ ഉള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സ്പേസുകൾ ഭയങ്കര കുറവാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, ക്ലോസ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പേഴ്സണൽ സ്പേസ് ആണല്ലോ വേണ്ടത്. എല്ലാവർക്കും പേഴ്സണൽ ലൈഫ് മതി. എന്നിട്ട് ഈ പറയുന്ന തംബ്നെയിലും ക്യാപ്ഷനും ഇട്ടിട്ട് ആളുകളെ കൊണ്ട് ആ വീഡിയോ കാണിപ്പിക്കുക, അതാണല്ലോ മെയിൻ മോട്ടോ. ഈ അപർണയുടെ അടുത്ത് എനിക്ക് ചോദിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു. അതായത് നിങ്ങൾ ഒരുമിച്ച് വ്ളോഗ്സും കാര്യങ്ങളും ചെയ്യാറുണ്ട്, ട്രാവൽ ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ദർ ഇസ് എ ലൈൻ. ഇപ്പം അപർണയാണെങ്കിലും കീപ്പ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നില്ല. സോ ഹൗ ഡു യു ഡു ദാറ്റ്? ഓട്ടോമാറ്റിക്കലി ഇറ്റ് കംസ് ത്രൂ. ഞങ്ങള് രണ്ടുപേരും കൂടെ വിചാരിച്ചിട്ടൊരു ലൈൻ ഒന്നും ഡ്രോ ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാം എപ്പോ ഫോൺ എടുക്കണം, എപ്പോ ഫോൺ എടുക്കണ്ട, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇത്രയും ഇയേഴ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇറ്റ് ബിക്കെയിം എ ഹാബിറ്റ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങള് എന്റെ വർക്ക് കാണുന്നതും എന്റെ സ്റ്റോറീസിലാണ് കൂടുതൽ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ കാണാം. പക്ഷെ എന്റെ സ്റ്റോറീസിൽ ഞാൻ വീക്ക്ലി എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല.
ദാറ്റ്സ് വെയർ അവിടെ എന്റെ ഫോൺ ഓഫാണ്, അല്ലെങ്കിൽ എന്റെ ഫോൺ യൂസിലല്ല. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇപ്പൊ ഞാനും ജീവയും ട്രാവൽ ചെയ്താലും, ഞാനും ജീവയും വീട്ടിലിരിക്കുന്ന ചുമ്മാ ഇരിക്കുകയാണെങ്കിലും, ചിലപ്പം ഈവനിങ് ഞങ്ങള് ഡിന്നർ കഴിക്കാൻ ഇന്നലെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, നോബഡി നോസ്, വി ഡിഡ്ന്റ് പുട്ട് എ സ്റ്റോറി. അത് ഓട്ടോമാറ്റിക്കലി വരും. ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നും ഒരു സെൽഫി ഇട്ടാലോ എന്ന് തോന്നുകയും ചെയ്യും. അപ്പൊ നമ്മളത് ചെയ്യുന്നതുണ്ട്, ചിലപ്പോൾ നമ്മളത് ചെയ്യുന്നതില്ല. അത് ജസ്റ്റ് ലൈക്ക് അത് നമ്മൾ പ്ലാൻഡ് അല്ല, നമുക്ക് തന്നെ യുനോ അൺകോൺഷ്യസ്ലി തന്നെ നമ്മൾ ചെയ്യുന്ന പോകുന്നതാണ് വേണ്ട എന്നുള്ളത്. പിന്നെ ചിലതൊക്കെ ഞങ്ങൾക്ക് അറിയാം, യുനോ ഇത് ഇടണ്ട, ബിക്കോസ് അത് നമ്മുടെ പേഴ്സണൽ ലൈഫാന്നുള്ളത്. വി ആർ അഡൾട്ട്സ് അല്ലേ, നമുക്ക് അറിയാലോ എന്തിടണം എന്തിടണ്ട. അപ്പൊ ചിലത് അങ്ങനെ നമുക്കറിയാം, ഓക്കെ ഇതിടണ്ട, ഇത് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കയറി പോകേണ്ട ഒരു കോണ്ടന്റ് അല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തന്നെ അത് ഇടാതിരിക്കും. അതായത് പിന്നെ ആളുകൾ പറയും നിങ്ങൾ കപ്പിൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, സോ എന്താണ് ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം സത്യം പറഞ്ഞാൽ ഇല്ല, അല്ലേ? ഇങ്ങനെ അങ്ങനെ ഒരു സാധനം ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഓഡിയൻസ്. കാണണം, നിങ്ങളുടെ കപ്പിൾ വീഡിയോസ് കാണണം. നോബഡി ഈസ് ഡിമാൻഡിങ്, അവരുടേതായ കാര്യങ്ങൾ ചെയ്യണം. സത്യം പറഞ്ഞ നോബഡി ഈസ് ഡിമാൻഡിങ് ഓൾസോ. ആഫ്റ്റർ ഓൾ വാട്ട് യു പുട്ട് ഫോർവേഡ്, വാട്ട് യു പുട്ട് ഔട്ട് ദെയർ, അത് മാത്രമേ ആളുകൾ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. യു ഹാവ് ടു ഡെലിവർ, ഇറ്റ് ഇസ് യുവർ ജോബ്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവുമ്പം സർട്ടൻ കാര്യങ്ങൾ യു ഹാവ് ടു ഡെലിവർ ടു യുവർ ഓഡിയൻസ്. പക്ഷെ അത് നമ്മുടെ ഡിസിഷൻ ആണ്, എന്ത് ഇടണം, എന്ത് ഞാൻ എന്റെ ഓഡിയൻസിന് കൊടുക്കണം, എന്ത് എന്റെ ഓഡിയൻസ് കാണണം. ഞാൻ കൊടുക്കുന്നതല്ലേ അവർ കാണുന്നുള്ളൂ. അതിനെയാണ് അവർ കീറിമുറിക്കുന്നതും ഒപ്പീനിയൻസ് പറയുന്നതും ഫീഡ്ബാക്സ് പറയുന്നതും. ബിക്കോസ് അത് ഞാനായിട്ട് ഇട്ട് കൊടുത്തതാണ്. അത് അവർ പറയുന്നതിന് എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അത് ഞാനായിട്ട് ചെയ്ത ഒരു കാര്യം ഞാനായിട്ട് അവരെ കൊണ്ട് ചൊറിഞ്ഞ് പറയിപ്പിക്കുന്നതാണ്. അതാണ്. അല്ലാണ്ട് മൈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്റെ ഓഡിയൻസ് ദേ നെവർ ഡിമാൻഡ്, അയ്യോ കുറെ നാളായല്ലോ പറഞ്ഞ ചേച്ചി ജീവചേട്ടന്റെ ഫോട്ടോ കണ്ടിട്ട്, നിങ്ങൾ ഡിവോഴ്സ് ആയോ, നിങ്ങളിപ്പോ ഒരുമിച്ചല്ലേ, നിങ്ങളുടെ ഫോട്ടോ എന്താ കാണാത്തെ, അങ്ങനെ ഡിമാൻഡ്. ഓക്കെ, സി അങ്ങനെ ചോദിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല, ചോദിക്കുന്നവരുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അത് ഇഗ്നോർ ചെയ്യാനും നമുക്കറിയാം. അത് ഇഗ്നോർ ചെയ്യാനും അറിയാം, കാണേണ്ടത് കണ്ട് റിപ്ലൈ ചെയ്യാനും അറിയാം. ചിലത് നമുക്ക് മനസ്സിലാവും ഇത് അൺവാണ്ടഡ് ആയിട്ട് നമ്മുടെ പ്രൈവസിയിലേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യു ജസ്റ്റ് നീഡ് ടു ഇഗ്നോർ. യു ഡോണ്ട് ഈവൻ ഹാവ് ടു റിപ്ലൈ ടു ദാറ്റ് പേഴ്സൺ ടു മേക്ക് ദാറ്റ് പേഴ്സൺ ആംഗ്രി. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അയാൾക്ക് അത് അനോയിഡ് ആവാം. അയാൾ പറയും നിങ്ങളൊക്കെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലേ, സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവരല്ലേ, അപ്പൊ ഞങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തരണം. നോ, ഒരാവശ്യവും ഇല്ല. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഓഡിയൻസ് പറയുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാനിരിക്കുന്നവരല്ല നമ്മൾ ആരും. പക്ഷെ റെസ്പെക്ട്ഫുള്ളി ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് പറയാം, ഞങ്ങളിപ്പം ഒരുമിച്ച് അങ്ങനെ വീഡിയോസ് ചെയ്യാറില്ല, ജീവ ഇവിടെയാണ്, അല്ലെ ജീവ ട്രാവലിംഗ് ആണ്, ജീവ ഒരു റിയാലിറ്റി ഷോയുടെ ഷൂട്ടിലാണ്, പടത്തിന്റെ ഷൂട്ടിലാണ്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആൻസറബിൾ ആവാം. പക്ഷെ there is a way to ask. അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പം സിനിമ നടന്മാരും നടിമാരോട് അവരോട് എന്തുകൊണ്ടാണ് ഈ സിനിമ എടുത്തത്, എന്താ മറ്റേ സിനിമ ചെയ്യാൻ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഓക്കെ, അത് വർക്ക് റിലേറ്റഡ് ആണ്, നിങ്ങളുടെ പ്രൊഫഷൻ ആണ്. ഇപ്പൊ അപർണയുടെ അടുത്ത് ആ ക്യാമ്പയിൻ ചെയ്തല്ലോ, ഈ പ്രൊഡക്റ്റ് എൻഡോസ് ചെയ്തായിരുന്നോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഓക്കെ, കാരണം വർക്കാണ്, അത് കാണേണ്ടത് ഓഡിയൻസ് ആണ്, ഓഡിയൻസ് ഇസ് ദ കിങ്, സമ്മതിച്ചു. പക്ഷെ പേഴ്സണൽ ലൈഫ് വരുമ്പോൾ നമുക്ക് ഒരു റൈറ്റ് ഉണ്ട്, എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളത്. ദാറ്റ് ഈസ് ട്രൂ. ഈ ലക്ഷ്മിയുടെ കാര്യം വരുമ്പോഴത്തേക്കിനും അത് രണ്ടു പേർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപർണയുടെ എന്ന് പറഞ്ഞെങ്കിൽ പാർട്ട്ണർ ഇസ് ഫ്രം ദ സെയിം ഫീൽഡ്, അതെങ്ങനെയാണ് കോംപ്ലിമെന്റ് ചെയ്യുന്നത്, ആൻഡ് യോഴ്സ് ഇസ് ഫ്രം അനദർ വെരി ഡിഫറെന്റ് ഫീൽഡ്, അതെങ്ങനെയാണ് കോംപ്ലിമെന്റ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ദർ വിൽ ബി അഡ്വാൻറ്റേജസ്, അല്ലേ? പക്ഷെ ശരത് ഇപ്പം കുറെ ക്രിയേറ്റീവ് രീതിയിൽ കുറെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ക്യാമറയും അത് അങ്ങനത്തെ കുറെ രീതിയിൽ അത് ചെയ്യുന്ന ജോലി അല്ലാണ്ട് വേറെ 100 കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ശരത്. കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ വി ഓൾസോ ഹാഡ് പ്ലാൻസ് ടു ഷൂട്ട് കോണ്ടന്റ് ടുഗദർ ഇൻ ഫ്യൂച്ചർ. ഐ ഡോണ്ട് നോ, അതാ എനിക്ക് അറിഞ്ഞൂടാ, അതാ ഞാൻ പറയുന്നത്. അടുത്ത വർഷം ഈ സമയത്തിന് ഞങ്ങൾ എന്തെങ്കിലും ഒരുമിച്ച് ഷൂട്ട് ചെയ്യണ്ടാവുമെന്ന് എനിക്കറിയില്ല. സോ ആ രീതിയിൽ എന്റെ പ്രൊഫഷനെ പറ്റി അറിയുന്ന ഒരാളല്ലേ, അല്ലെ? ഒന്നും അറിഞ്ഞൂടാ, ഞാൻ എന്താ ചെയ്യണേന്ന് പോലും അറിയില്ല. അങ്ങനെയല്ല, ഞാനൊരു വീഡിയോ ആദ്യം കാണിക്കുന്ന ശരത്തിന്, എനിക്ക് ആ ശരത്തിന്റെ അപ്രൂവൽ മീൻസ് എ ലോട്ട്. ശരത്ത് അതും പറയും. ഇപ്പൊ അങ്ങനെ വാ ലക്ഷ്യം അടിപൊളിയാന്ന് അല്ല ശരത്ത് പറയും, ഇതെന്താ ഇങ്ങനെ, ഇതങ്ങനെ ചോദിക്കും. ലൈക്ക് അത്ര നല്ലതാണെങ്കിൽ മാത്രമേ ശരത്ത് നല്ലതാന്ന് പറയുള്ളൂ. സോ അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നല്ലത് പറയാനും അല്ലെങ്കിൽ അത് നല്ലതല്ല എന്ന് പറയാനുള്ളൊരു അറിവുണ്ട് ശരത്തിന്. എന്റെ പ്രൊഫഷനെ പറ്റി നല്ല അറിവുണ്ട്. അതുകൊണ്ട് അത് കുറെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. ഇപ്പം ഞാനൊരു ഷൂട്ടിന് പോകുമ്പോൾ ശരത്തിന് ഇപ്പോൾ ഒരു ക്യാമറയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും ശരത്ത് നോക്കുന്നത്, ഈ ക്യാമറ ഇത് വെച്ചാണോ ഷൂട്ടോ, ഈ ലൈറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ളൊരു വിവരം ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്കത് നന്നായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പൊ എന്റെ പ്രൊഫഷനെ പറ്റി ഒന്നും അറിയാത്ത, കാരണം നമ്മൾ കുറെ നാളായിട്ട് പരിചയമുണ്ട്. അപ്പൊ ഞാൻ മിസ്സിന്റേക്ക് പോയ സമയം തൊട്ടേ ശരത്തിന് എന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും എന്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക. ഇപ്പോഴും ഹീസ് ലൈക്ക് ഞാൻ ചെയ്യുന്നത് ഇനഫ് അല്ല, കുറെ ഇനിയും ചെയ്യാം ലക്ഷ്മിക്ക്, അങ്ങനെ പറയുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെയാണ്
അറിയുന്ന ഒരാളായതുകൊണ്ട്, ദാറ്റ്സ് റിയലി ഗുഡ്. പ്രൊഫഷനെ പറ്റി അറിയുന്ന ഒരാളായതുകൊണ്ട്. അതെ, അത് മാത്രമേ നമ്മളെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് പോരാ ഇനിയും ചെയ്യണം. Yes, കാരണം he is someone who does a lot of things ഒരു ദിവസം. കാരണം അത് എനിക്ക് ഒട്ടും പറ്റില്ല, ലൈഫിൽ പറ്റില്ല, കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം വരണ എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത പണി കഴിഞ്ഞാലും he'll be like, പക്ഷേ ഈ പണി ഇതെന്താ ഇരിക്കണം പണി, അങ്ങനത്തെ ഒരു സാധനം കോൺസ്റ്റന്റ് വരും. ഇടയ്ക്കിടയ്ക്ക് ഒരു വട്ട് വരും. എന്നാലും അങ്ങനെയുണ്ട്, എപ്പോഴും കോൺസ്റ്റന്റ്ലി എന്നെ പുഷ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ആളാണ്. ഇനഫ് ആണെന്ന് ഒരിക്കലും പറയുന്ന പക്ഷെ ഒരാളാണ്. നമ്മൾ എപ്പോ എനഫ് ആണെന്ന് തോന്നുന്നു അന്ന് നമ്മുടെ കരിയർ അതെ അതെ അതെ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മമ്മൂട്ടി പറഞ്ഞ പോലെ എന്താ തേച്ചോണ്ടിരിക്കുന്ന എത്ര അതെ 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 അതെ. ഇതാണ്. കാരണം ഞാനിപ്പോ എന്നോട് എന്റെ ഷോ നല്ലതാണെന്ന് പറഞ്ഞാലും ഇനിയും ബെറ്റർ ആക്കണം, എനിക്ക് അതെ, ഇനിയും അതെ, better ആണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുള്ളൂ. അന്ന് ഞാനൊരു പ്രാവശ്യം പറഞ്ഞിരുന്നല്ലേ നല്ലതാണ് എൻ്റെ അടുത്ത് അല്ലേ, വന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ആദ്യം എൻ്റെ ഭയങ്കര അപർണ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടെ എന്താ സംസാരിക്കുന്നത് പറഞ്ഞ് അത് തുടങ്ങിയ സമയം. പിന്നെ ഞാൻ കുറെ റീൽസ് ഒക്കെ കാണാൻ അങ്ങനെ, അപ്പൊ എനിക്ക് തോന്നി നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു ശരി, നല്ലതാണ്. ശരി. ഭയങ്കര റാൻഡം ആയിട്ട് ഒരു ദിവസം ലക്ഷ്മിയുടെ മെസ്സേജ് എനിക്ക് ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര റാൻഡം ആയിട്ട് അയക്കാറുണ്ട്. ബിക്കോസ് എനിക്കറിയാം അത് അവർക്ക് വായിക്കുമ്പോൾ നല്ല സന്തോഷമാണ്. അതെ, 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 അങ്ങനെ definitely. ഇടയ്ക്ക് എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചപ്പം എനിക്ക് തോന്നുന്നു 2 എപ്പിസോഡേ ഔട്ട് ആയിട്ടുള്ളൂ. ആ, ഷാസിന്റെയും അർജുന്റെയും മാത്രമേ ഔട്ട് ആയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ എടുത്ത് നോക്കിയപ്പോ ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ ഷാസിന്റെ ആണ്, ഞാൻ അർജുന്റെ ഞാൻ പക്ഷെ അന്ന് കണ്ടില്ലായിരുന്നു. ഷാസിന്റെ ഞാൻ യൂട്യൂബിൽ എടുത്ത് കണ്ടു. അപ്പൊ ഇങ്ങനെ ഓക്കെ നൈസ് ഞാനും വിചാരിച്ചു. അല്ല നല്ല രീതിയിൽ കുറെ നല്ല സംസാരങ്ങളെല്ലാം ഞാൻ പിന്നെ അതിനുശേഷം ഞാൻ കണ്ടു ജയറാമേട്ടന്റെ കണ്ടു. അത് അപർണയുടെ കഴിഞ്ഞിട്ടല്ലേ ജയറാമേട്ടന്റെ അടുത്ത്? ആണോ? അതെ, 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 ആണല്ലേ? പക്ഷെ ഞാൻ കണ്ടു ജയറാമേട്ടന്റെ ഞാൻ കണ്ടു. പിന്നെ ഒരു ബുക്കിന്റെ അനന്തരാമനെയാണോ ഉദ്ദേശിച്ചേ? yeah. ബുക്കിന്റെ ഒന്നും അല്ല, ഭയങ്കര ബുദ്ധിജീവി, ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട്. കണ്ണാടി കണ്ണാടി ഉണ്ടായിരുന്നില്ല. ഇല്ല, അത് തോന്നും നമുക്ക് കണ്ണാടി അനന്തരാമനാ. പക്ഷെ പുള്ളിക്കാരന്റെ ഡയലോഗ് ഞാൻ എന്റെ അമ്മോ ഇതാരത് ഭയങ്കര മറ്റേ atheism അതൊക്കെയാണോ? എന്തൊക്കെയോ കട്ട്സുകൾ ഞാൻ എവിടെയോ എല്ലാരും പറയുന്ന ഒരു മെയിൻ എപ്പിസോഡ് അനന്തരാമന്റെ ആണ്. കാരണം ഭയങ്കര ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇതെന്തൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള അത് സാധനങ്ങളല്ലേ ഞാൻ ചെയ്യുന്നത്. എപ്പോഴും നല്ല കാര്യം. അതിലാണ് ഞാൻ എഫേർട്ട് കൊടുക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ വരണം. അത് അപർണയ്ക്കും ശരിയാ, ഭയങ്കര നോളജ് കൂടും different ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോ. ശരി കേട്ടോ, പഴയ പറഞ്ഞല്ലേ ബുദ്ധിയൊക്കെ ഓർമ്മിപ്പിക്കല്ലേ. അയ്യോ, ജീവയുടെ അടുത്ത് 2-3 കുസൃതിച്ചോദിച്ച് ഞാൻ വെള്ളം കുടിച്ചു പോയി. ഒന്നാമത് ജീവയുടെ ഈ കറക്റ്റ് ടൈമിലുള്ള ഡയലോഗ് ഡെലിവറി വിളിക്കണം. ഞാൻ ഇവിടെ വന്നിരുന്ന് ഷൂട്ട് കാണും. ഞാൻ മൈക്ക് ഊരി വെച്ചിട്ടെങ്കിൽ ജീവ പറ, ഇവിടെ ഇരിക്കാതെ നടക്കുള്ളൂ. അയ്യോ, ജീവയോട് പറഞ്ഞേക്കട്ടോ അർജുന് കെൻഡൽ ജെന്നറിനെ അറിയാം. പറഞ്ഞില്ലേ, കെൻഡൽ ജെന്നറിന് ജീവയ്ക്ക് അറിയില്ല. അറിയില്ല. അതെന്ത് മര്യാദകേടാണ്. അറിയുമായിരിക്കും അല്ലേ, എനിക്കറിയില്ല. ശരത്തിനോടൊന്ന് ചോദിക്കാം. ഞാൻ ആലോചിക്കാം എന്റെ ഇല്ല കേട്ടോ, പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്റെ ഗൈ ഫ്രണ്ട്സിന് അറിയില്ല. കൈലി ജെന്നർ, കെൻഡൽ ജെന്നർ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി പോയി. ഞാനിങ്ങനെ ജീവ അറിയില്ല. ഇവരുടെ അപ്പൊ ഞാനൊരു ഡയലോഗ് അടിച്ചു, എന്താ ബോയ് ഫ്രണ്ടിനെ കെൻഡൽ ജെന്നറിനെ അറിയില്ലെങ്കിൽ ഞാൻ പ്രേമിക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ ജീവ പറയാ, അങ്ങനെയാണെങ്കിൽ അപർണയിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാരും പറഞ്ഞാൽ മതി, കെൻഡലിനെ അറിയില്ല എന്ന്. എന്നിട്ട് ജീവ പറയാ, ദാമ്പത്യ ജീവിതത്തിൽ കെൻഡൽ ജെന്നറിന് ഇത്രയും പ്രാധാന്യം. അല്ല, അവര് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ അല്ല അവരുടെ റീൽസ് ലൈക് വേറെ കാര്യങ്ങളല്ല അവർ കാണുന്നത്, അവർക്ക് ഫീഡ് ചെയ്തൊക്കെ വേറെ സാധനം. എന്റെ റീൽസ് മൊത്തം ഇപ്പൊ ചന്ദനമഴ. ഞാനും അതെ, ഞാൻ ഒരു എന്തോ നമ്മളൊരു ഇതുണ്ടായപ്പോ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എടാ നീ ഇത് കണ്ടിട്ടുണ്ടോ? പറഞ്ഞു ഇല്ല. അപ്പൊ നിന്റെ ഇതിൽ വരാറോ? ഞാൻ അയച്ചു കൊടുത്തു, വരട്ടെ ഞാൻ രണ്ടോന്നും കണ്ടു നോക്കി, നീ കാണും ഞാൻ കണ്ടു നീ കാണും, അങ്ങനെ ചില സ്ഥലം ഞാനോ കണ്ടു നീയും കാണണം. ഒരു റീല് കണ്ടതാണ്, പക്ഷെ എനിക്കത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ പറയണേ. എന്റെ ഫീൽഡിൽ ഇപ്പം ആക്ച്വലി ഒരു ദിവസം ഒരു തവണയെങ്കിലും ചന്ദനമഴ വരും. 1-2 പ്രാവശ്യം. വേറൊരു സീരിയലിൽ വരും, ചന്ദനമഴ മാത്രല്ല വേറൊരു സീരിയലിൽ വരും. ചിലതൊക്കെ എന്ത് ഫണ്ണിയാ. ഞാൻ ആരെയും പഠിക്കാൻ അതും വരും. ഞാനിങ്ങനെ ഈശ്വര ഞാനിത് കൺസ്യൂം ചെയ്തില്ലല്ലോ, ഇത് എന്താ ഇങ്ങനെ വരുന്നേ. ഞാനപ്പം തന്നെ ഞാൻ കാണും മൊത്തം. ഞാൻ ഗിൽറ്റിയാണ്. ഞാൻ ചെറുപ്പത്തിൽ ഈ സീരിയലൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട്, അമ്മൂമ്മയുടെ കൂടെ ഇരുന്നാണല്ലേ. ഞാൻ എന്റെ മമ്മിയുടെ കൂടെ 9:30 പക്ഷെ എനിക്ക് അറിയായിരുന്നു ഈ സീരിയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡയലോഗ്സ് ഒക്കെ എന്താ ഏതാന്നൊന്നും ഞാൻ പക്ഷെ അന്ന് ഞാൻ ഈ സീരിയൽ കാണുമ്പോ
എനിക്കിത് ഭയങ്കര സംഭവം. എനിക്കും അതെ. ഞാൻ ഒരു രീതിയിലും ട്രോളോ അല്ലെങ്കിൽ മനസ്സിൽ പോലും അയ്യേ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അയ്യേ എന്ന് പറയില്ലെങ്കിലും അല്ല, അമൃതയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നു, സ്വർണ്ണമാല ഓരോന്ന് വെച്ച് കൂടുതൽ ഇതൊക്കെ ഒരു പണിഷ്മെന്റ്. അതിന്റെ കുറെ ട്രോളൊക്കെ എന്ത് ഫണ്ണി അല്ലേ. എന്റെ ദൈവമേ, അൺസൈക്കബിൾ ആണ് ചില സമയത്ത്. പിന്നെ ഞാൻ വിചാരിക്കും സീരിയലിന്റെ ആ ഒരു പാറ്റേൺ അങ്ങനെ. ഇപ്പൊ എനിക്കറിയില്ല കേട്ടോ എങ്ങനെ സീരിയൽസ്. നമ്മള് മില്ലേനിയൽസ് ആണെന്നെങ്കിലും പറയാം. എന്റെ അനിയത്തി ജെൻസി കിഡ്, ഞാൻ നോക്കുമ്പോ അവിടെ ചന്ദനമഴയുടെ സൗണ്ട് അയ്യോ യൂട്യൂബ് എടുത്ത് വെച്ചിട്ട് ചന്ദനമഴ റീല് മൊത്തം ഇതാ. റീല് മൊത്തം ചന്ദനമഴ. അവരുടെ റീലതാണ്. അയ്യോ, റൂൾ ചെയ്ത് ഞാൻ എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ അയക്കും. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഗ്രൂപ്പ് ഉള്ള ഗ്രൂപ്പ് ഏതൊക്കെയാണോ എല്ലാത്തിലും അയക്കും ഉറപ്പായിട്ടും. അതാണ് ഇതാ എന്താ പറയാ, പോപ്പുലർ മീമാണ് ഹസ്ബൻഡ്സിന് അയക്കുന്ന റീൽസ് ഒന്നും കാണില്ല എന്ന് പറയുന്ന ഫോഴ്സ്ഫുള്ളി പോയി കാണിക്കാറുണ്ടോ? ഞാൻ കുറെ അയക്കാറില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് 1-2 ചില ഫ്രണ്ട്സ് ഉണ്ട് കുറെ അയക്കുന്നത്. അത് ഞാൻ ചിലപ്പോൾ എപ്പോഴും മൊത്തം ഒന്നിരുന്ന് കാണില്ല. എനിക്കില്ല, ക്ഷമ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കാണില്ല. ലാസ്റ്റ് അയച്ച് 1-2 റീലെ കാണും. പിന്നെ എനിക്ക് വിഷമം തോന്നി അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ, അപ്പൊ ഞാൻ ചുമ്മാ പോയിട്ട് ഒരു ദിവസം എല്ലാവരും ലൈക്ക് അങ്ങനെയൊക്കെ കാണും. എനിക്ക് അവരത് കാര്യമായിട്ട് അയക്കണായിരിക്കില്ലേ. പിന്നെ ചില ആൾക്കാർക്ക് അത് പ്രശ്നമാണ്. എന്റെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്യും, ഞാൻ നിനക്ക് കുറെ റീൽസ് അയച്ച് നീ കാണുന്നില്ലല്ലോ. അപ്പൊ ഞാൻ അയ്യോ ചോദിക്കട്ടെ. അല്ലെങ്കിൽ ഞാനിപ്പോ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ 1-2 ചിലപ്പോൾ ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കോൺവെർസേഷൻ ലൈക്ക് ഒന്നും ഉണ്ടാവില്ല. 3 റീൽസ് അങ്ങോട്ട്, അങ്ങനെയൊക്കെ കുറെ കോൺവെർസേഷൻസും നടക്കും. ഒരു 2 കാറ്റഗറി ഓഫ് പീപ്പിളേ ഉള്ളൂ. ഒന്ന് റീൽസ് അയക്കുന്നവർ, ഒന്ന് റീൽസ് കിട്ടുന്നവർ. ഇത് രണ്ടും ഒരുമിച്ചുള്ളവരില്ല. ചിലതൊക്കെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം അത് ഞാൻ എന്താണെന്ന് ഗോ ത്രൂ ചെയ്യണം, അത് റീലായിട്ട് കാണിച്ചു തരും. ഒരു പെണ്ണിന് പറയണോ നമ്മൾ ഗേൾസ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഇതാണല്ലോ ഇന്ന് ചിന്തിച്ചുള്ളൂ. അയ്യോ അങ്ങനെ വരാറുണ്ട്. എന്തോ പ്രശ്നം. ഞാനിപ്പോ ഫ്രണ്ട് ആയിട്ടൊരു കോൺവെർസേഷൻ ഉണ്ട്. അന്ന് എന്തോ ഒരു നമ്മള് ബ്ലൂബെറി എന്തോ വാങ്ങിക്കാൻ പോവാ. അപ്പൊ അവൾ ഇങ്ങനെ കുറച്ച് ചെറിയൊരു ബോക്സ് ബ്ലൂബെറി എടുത്തു. അവള് പറയാം നോക്കി. അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ റിച്ച് ആവുമ്പോൾ നോക്കിക്കോ, നിങ്ങള് സയൻസ് കാണും എന്ന് പറഞ്ഞിട്ട് അവള് പറയാം വലിയ കാട്ടിൽ ഞാൻ ബ്ലൂബെറി വായിക്കുന്നത് അവള് ഫണ്ടിയായിട്ട് വരും. അങ്ങനെ ഒരു റീല് കണ്ടുവന്നു. ഒരു മീം ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെ, നമ്മള് എനിക്ക് ലോട്ടറി ചെയ്തത് ഞാൻ ആരുടെ അടുത്ത് പറയില്ല, അങ്ങനെ ഒരു പെണ്ണിങ്ങനെ 2 ബ്ലൂബെറി ഇട്ടിട്ട് ഒരു കൊട്ട ബ്ലൂബെറി ഇടുക. ഈ റീല് ഞാൻ കണ്ടേ, സെയിം ഡേ ഞാൻ കണ്ടേ. എന്നിട്ട് ഞാൻ അവൾക്ക് അയച്ചെടുത്തത് ഇതല്ലേ നമ്മളിന്ന് സംസാരിച്ചത്. അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫോൺ സെയിം സാധനം, ബ്ലൂബെറി സെയിം സാധനം. അല്ല, മറ്റേ വേറൊരു റീൽ കണ്ടിട്ടില്ലേ, എൻഗേജ്മെന്റ് റിങ്സ്. മറ്റേ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ എന്നിട്ട് കൊണ്ടുതരുമ്പോ ഞാൻ കണ്ടു റീൽസ്. നമ്മള് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇവിടെ തുടങ്ങിയ റീൽസിലൊക്കെ എത്തി. പക്ഷെ ഐ ഗസ് ഇതെല്ലാം റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇതൊക്കെ എല്ലാരും കാണുന്നതല്ലേ. അതെ അതെ. ഇപ്പൊ ആക്ച്വലി നമ്മുടെയൊക്കെ ലൈഫിലെ ഒരു ഡെയിലി ലൈഫിലെ ഒരു പാർട്ടാണ് റീൽസ്. റീൽസ് ഒക്കെ അതല്ല ഞാൻ പറഞ്ഞു, ഷൂട്ടിന് ഫോട്ടോഷൂട്ടും റീൽസും വീഡിയോ ഷൂട്ട് എന്നുള്ളൊരു അത് TVCസിനെക്കാളും കൂടുതൽ ഫുൾ ഡിജിറ്റൽ ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കുറെ കോണ്ടന്റ് ഷൂട്ട്. മാർക്കറ്റ് വലുതായിരിക്കുന്നത് സോഷ്യൽ മീഡിയ. ഇപ്പൊ ഒരു ബിൽ ബോർഡിൽ വെക്കുന്നതിന് കാണും, ഭംഗിയുണ്ട്, വിടും, അതല്ലേ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് രീതിയിൽ തന്നെ ചെല്ലുക. എനിക്ക് തോന്നുന്നു ഒരു വരും കാലത്തിൽ മേ ബി അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം ഇതും മറ്റേതൊരു, കാരണം എന്താന്ന് വെച്ചാൽ കോസ്റ്റ്ലി ആണ്. ഇപ്പൊ ഒരു പേപ്പറിൽ ഒരു ആഡ് കൊടുക്കണമെങ്കിൽ ഭയങ്കര കോസ്റ്റ് ആണ്. പക്ഷെ ആ കോസ്റ്റിന് നമുക്ക് 2-3 ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് ക്യാമ്പയിൻ റൺ ചെയ്യാം. അതെ, ഇപ്പം ഞാനൊന്നും ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളല്ല, അതിൽ ഞാൻ വലിയ പ്രൗഡായിട്ട് പറയുന്നതല്ല, എനിക്ക് അതിനുള്ള ക്ഷമയില്ലാഞ്ഞിട്ട് ഞാൻ വായിക്കാത്ത. അപ്പം എന്നിലേക്ക് എത്തണമെങ്കിൽ റീൽസ് ആയിരിക്കും മെയിൻ സ്ട്രീം. ടിവിയിലും നമ്മളിപ്പോ ടിവിയിലുള്ള TVCs ഒക്കെ നമ്മൾ ഫോണിലാണ് നമ്മൾ ആരെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ കാണുന്നത്. മറ്റേ നല്ല എപ്പിക് ചില പരസ്യങ്ങളൊക്കെ അല്ലേ, അങ്ങനത്തെ പരസ്യങ്ങളൊക്കെ നമ്മള് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. TV നമ്മൾ കാണുന്ന കുറവല്ലേ. ഈ റീൽസും അല്ലെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം നമുക്ക് ഡെയിലി നടക്കുന്ന ന്യൂസ് വരെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും ന്യൂസ് പേപ്പർ ഒന്നും അങ്ങനെ എല്ലാ ദിവസവും വായിക്കുന്ന ആളല്ല. പക്ഷെ നാട്ടിൽ നടക്കുന്ന ന്യൂസ് പകുതി ഞാൻ അറിയുന്നത് പകുതി. ചില പേജസ് ഒക്കെ ഉണ്ട് ന്യൂസിന് വേണ്ടി മാത്രമായിട്ട്, അങ്ങനെയുള്ള പേജസ് ഒക്കെ ഫോളോ ചെയ്താൽ നമുക്ക് ഗുണമാണ്. അതെ അതെ അതെ. ഈ മറ്റേ പണ്ടത്തെ പോലെ കാക്കിരി നാട്ടിൽ സൂര്യൻ അങ്ങനത്തെ പരസ്യം ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല. പക്ഷെ അതും ഒരു കാലം. അതെ, എന്ത് രസം അതൊക്കെ കേൾക്കുമ്പോഴേ. മറ്റേ ഭീമയുടെ ആ പരസ്യം, പണ്ടത്തെ ശീമാട്ടിയുടെ പരസ്യം,
മറ്റേ ഷീമാട്ടി ഇവരെ epic ആയിട്ടുള്ള പരസ്യം. അത് ജയലക്ഷ്മി അല്ലേ, മധുര ആ, സ്വപ്നങ്ങൾ ഇത് ജയലക്ഷ്മി. ഇത് മറ്റേത് ഇത് മറ്റേ ഒരു ആഫ്രിക്ക ലിസഹൈഡൻ പോയിട്ട് ലിസഹൈഡൻ ആഫ്രിക്കയിലും അവിടെ ഇവിടെ എന്ത് രസമല്ലേ. ഇപ്പോഴും നമ്മള് സാരി എടുത്ത ആ പാട്ടൊക്കെ അല്ലേ നമ്മളിങ്ങനെ പറയുന്ന സത്യം സത്യം. ഓ ആ ഒരു ഏജ് കഴിഞ്ഞു, സത്യം. നമുക്ക് ഇപ്പോഴും അതെ നമ്മൾ അങ്ങനത്തെ ഒരു ഇത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഉണ്ടാകും. പക്ഷെ ഇവിടത്തെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ബ്രാൻഡ്സ് ആണെങ്കിൽ തന്നെ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഷൂട്ടൊന്നും പ്രോപ്പർ TVCs ഒന്നും ആരും ചെയ്യുന്നില്ല. കൂടുതലും ഇതേപോലെ കോണ്ടന്റ് ക്രിയേഷനും ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ഷീമാട്ടി ആ ഒരു ഷൂട്ടിന് വേണ്ടി അവർ ആഫ്രിക്ക അവിടെ ഒക്കെ പോയി, അത് അത്രയും വലിയൊരു ടോപ്പ് മോഡലിനെ ഗ്രാൻഡ് ഷൂട്ട്. അത് അത് അത്രയ്ക്ക് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നു. അതാ. അപ്പൊ എന്തായാലും ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും, ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിൽ 2 പാർട്ടായിട്ട് ഒരു എപ്പിസോഡ് ഇറക്കാൻ പോകുന്നത്. ബിക്കോസ് ആരും കുറെ ഡ്യൂറേഷൻ കണ്ടിട്ട് നമ്മുടെ കോൺവെർസേഷൻ മിസ് ഔട്ട് ആവരുത് എന്നുള്ളൊരു ഇതുകൊണ്ട്. കാരണം ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ വന്നതുകൊണ്ട് കുറച്ച് ഡ്യൂറേഷൻ എന്തായാലും കൂടിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളാണെങ്കിലും എടുത്ത് നോക്കിയിട്ട് 2 മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ അയ്യോ വേണ്ട ഒരു സിനിമ കാണുന്ന സമയം എന്ന് വിചാരിക്കും. നോർമലി എന്തെങ്കിലും വർക്ക് ഒക്കെ ചെയ്യാൻ നേരത്തെ ഇപ്പൊ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യാൻ എനിക്ക് അതങ്ങനെയാണ്, ഞാൻ ഭയങ്കര സന്തോഷം. വാഷ്റൂമിൽ പക്ഷേ എനിക്ക് ഷവറിന്റെ ശബ്ദത്തിൽ കേൾക്കാറില്ല. സോ അതുകൊണ്ട് ഞാൻ എനിക്ക് ഇടയ്ക്ക് കേൾക്കാറില്ല. എനിക്കോട് ചില ഇതില് വോളിയം കുറവാ. ഷവറിൽ ഞാൻ പൊതുവെ പാട്ടുകളാണ് കൂടുതലും കേൾക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് കാരണം ചില എനിക്ക് കാണേണ്ടിയൊക്കെ വരും ഇടയ്ക്ക് ഇങ്ങനെ. പറ്റില്ല. പക്ഷെ ഞാൻ വീട് ഒതുക്കുന്ന നേരത്തെ എനിക്ക് ഫോൺ ഇവിടെ നിന്നുണ്ട് അവിടെ വെക്കുന്നു അങ്ങനെയൊക്കെ. എനിക്ക് ഫുഡ് ടൈം ഭയങ്കര ഫുഡ് കഴിക്കുമ്പോഴൊക്കെ. കാരണം എനിക്ക് ചില സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ആരും പാടില്ല, ക്ലീൻ ഒക്കെ ചെയ്യാൻ, ഇങ്ങനെ ഓടി നടന്നൊക്കെ ക്ലീൻ ചെയ്യണം, കുക്ക് ചെയ്യണം. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു മീ ടൈം ഉണ്ട്. ഈ ലോങ് ടേം വീഡിയോസ് കൺസ്യൂം ചെയ്യുന്ന ആളുകൾ ഭയങ്കര കുറഞ്ഞു. ഈ എല്ലാവർക്കും ഷോർട്സും റീൽസും മാത്രം മതിയല്ലോ. പക്ഷെ എനിക്കിപ്പോഴും ലോങ് ടേം വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറയുന്ന പോലെ കുക്കിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ അങ്ങനെ കാണാറൊക്കെ. അതന്നെ എങ്ങനത്തെ ആണെങ്കിലും. പക്ഷേ ദർ ഇസ് ദിസ് പെർട്ടിക്കുലർ സെറ്റ് ഓഫ് പീപ്പിൾ. ഇപ്പൊ എന്റെ പോഡ്കാസ്റ്റ് ചാനലൊക്കെ ആണെങ്കിലും ഉണ്ട്, ഒരു കമ്മ്യൂണിറ്റി ആളുകളുണ്ട്. ഇത് വേണം, ഇത് കൺസ്യൂം ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പം അത് ദാറ്റ് ഈസ് ഗുഡ്. അതെ, ഇപ്പം ഞാനാണെങ്കിലും എന്റെ പോഡ്കാസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്നതുകൊണ്ട് ഞാൻ പിന്നീട് പോയി റീവാച്ച് ചെയ്യില്ല. എത്ര വട്ടം നമ്മൾ കേട്ടിട്ടുണ്ട്, പറഞ്ഞ കാര്യം നമുക്ക് അറിയാമല്ലോ. പിന്നെ ഞാൻ കുറച്ച് അല്ലാത്ത പോഡ്കാസ്റ്റുകളൊക്കെ കാണും, ടു ലേൺ ഫ്രം ദം. അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഓപ്ഷൻ ഇല്ല. നമ്മളെപ്പോഴും ഒരു അപ്ഗ്രേഡ് ആവാൻ വേണ്ടി നമ്മളും അങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട്. പിന്നെ ഭയങ്കര സിനിമ ഹോളിക് ആയതുകൊണ്ട് അങ്ങനെ ഒരു വാക്കുണ്ടോന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് മൂവീസ് ഒക്കെ കാണും. അപ്പൊ നമുക്ക് ആ ടൈം സ്പാൻ അറ്റൻഷൻ ഇസ് ഗുഡ്. നമ്മൾ കാണുന്നത് കൊണ്ട് നല്ലൊരു കാര്യം. അപ്പം അടിപൊളി കോൺവെർസേഷൻ ആയിരുന്നു. ആസ് ഐ ഇമാജിൻ, ഞാൻ രാവിലെ ലക്ഷ്മിക്ക് ഐ എം എക്സൈറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ വർക്കിന് വരുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ്. അതായത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ലക്ഷ്മിയായിട്ട് 2 ദിവസമായിട്ടുള്ള സംസാരം ഉള്ളെങ്കിലും എനിക്ക് മനസ്സിലായി ഫണ്ണായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ പറഞ്ഞ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ വോയിസ് മെസ്സേജ് പോഡ്കാസ്റ്റ് അത് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഭയങ്കര കാര്യമായിട്ട് കഥകളൊക്കെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇത് തന്നെ. പക്ഷെ എനിക്ക് അത് ഞാൻ അയക്കുന്ന ഒരു 1-2 ഫ്രണ്ട്സിനായിരിക്കും. അവരത് ഒരു ദിവസം കേട്ടില്ലെങ്കിൽ എനിക്ക് അറിയാം അവരെന്നെ ഇഗ്നോർ ചെയ്യുമല്ല. അത്ര ബോണ്ട് ഉള്ളവരടുത്ത് ഞാൻ അയക്കുന്നുണ്ട്. ചുമ്മാ റാൻഡം എന്നല്ല, ഇപ്പം അത്രയും ക്ലോസ് ഇല്ലാത്തവരടുത്ത്. കാരണം എനിക്കറിയുള്ള അവരെങ്ങനെ എന്നെ പറ്റി ലൈക്ക് ഐ ഡോണ്ട് വോണ്ട് ദം ടു സേ ആ ലക്ഷ്മി ഇല്ലേ ഫുൾ വോയിസ് നോട്ട്സ് അങ്ങനെ പറയരുത്. സോ അതുകൊണ്ട് ഞാൻ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് മാത്രമേ അയക്കുള്ളൂ. പറയില്ലല്ലോ, ലൈക്ക് പറയുവാണെങ്കിൽ അത് ആ ഒരു സ്നേഹത്തിന് പുറത്ത് പറയണതല്ലേ. നമുക്കറിയാം. ഞാനൊരു വട്ടം ഒരു 8 മിനിറ്റ്സിന്റെ വോയിസ് നോട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് അയച്ചിട്ടുണ്ട്. അവൾ എന്നിട്ട് എന്നോ ഒരു ദിവസം ഞാൻ ഭയങ്കര ബിസിയാ, 2-3 ദിവസം എന്നെ മിസ് ചെയ്തിട്ട് അത് പിന്നെ എടുത്ത് കേട്ടെന്ന്. അങ്ങനെ കുറെ അത് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറില്ലായിരിക്കും. ഡിഫറെന്റ് സോൺസിലായിരിക്കും ഇരിക്കുന്നത്. ചിലപ്പോൾ ടൈം സോൺ വേറെ ആയിരിക്കും, ചിലപ്പോൾ ജോഗ്രഫി, അതായത് ഇപ്പൊ ചിലപ്പോൾ അവര് പൂനെ ആയിരിക്കും, ബാംഗ്ലൂർ ആയിരിക്കും, നമ്മൾ കേരള ആയിരിക്കും. അപ്പൊ നമ്മുടെ സ്കെഡ്യൂൾ വേറെ ആയിരിക്കും, ബിസി ആയിരിക്കുന്ന സമയം. അപ്പൊ നമ്മൾ എൻഡ് ഓഫ് ദ ഡേ വന്നിട്ട് ഇങ്ങനെയൊക്കെ നടന്നു എന്നൊക്കെ കഥ പറയുന്നത് നമുക്കൊരു റിലീഫ് അല്ലേ ചില സമയത്ത്. ഫ്രണ്ട്സിന് അപർണ എവിടെയോ ട്രാവൽ ചെയ്യായിരുന്നു ലാസ്റ്റ്, ഈ റീസെന്റ് അല്ല അതിന് മുന്നേ പോയത് ടർക്കി.
അവിടെ പോയപ്പോ ഞാൻ വലിയ മെസ്സേജ് അയച്ചു, അതായത് ഇങ്ങനെ നമുക്ക് അത് ചെയ്യാൻ കേട്ടോ, നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ അപ്പറിന് അത് കേട്ടു. പിന്നെ ഞങ്ങളുടെ അനൗൺസ്മെന്റ് ടൈമിൽ പോസ്റ്റ് ഞങ്ങൾ ആ ഗോസിപ്പ് പറയാനും ഒക്കെ, ടർക്കിയിലായിരുന്നു. അതെ അതെ, ആ ഗോസിപ്പ് പറയാനും ഒക്കെ ഞങ്ങള്, എനിക്കാണെങ്കിൽ ഒന്നും വായിക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് ട്രിപ്പിലല്ലേ, വെറുതെ ശല്യപ്പെടുത്തണ്ട അങ്ങനെ. പക്ഷെ അപ്പറിന് ഇങ്ങോട്ട് മെസ്സേജ് അന്ന് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറെ രണ്ടാഴ്ച അങ്ങനെയാ. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ ശരിക്കുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ അടിപൊളിയാവട്ടെ. ആൻഡ് എന്താ പറയാ, ഇനി എന്താ നെക്സ്റ്റ് 1 ഇയറിലേക്ക് ഓൾ ദി ബെസ്റ്റ് എന്നല്ല, അങ്ങനെ എന്തൊക്കെയല്ലേ ബർത്ത്ഡേക്ക് അപ്പൊ ആവശ്യമൊക്കെ മനസ്സിലായി. അപ്പം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് രണ്ടുപേർക്കും. എന്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ്. താങ്ക് യു ഫോർ ഹാവിംഗ് മീ അഗൈൻ. അല്ല, ആൾക്കാർ പറയും റീച്ച് കുറഞ്ഞു, മുന്നേ വിളിച്ചവരെ പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറയൂല ആൾക്കാര്. കൊറേ ആൾക്കാര് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞപ്പോഴാ കൊറേ കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ എന്റെ റിലേഷൻഷിപ്പ് തന്നെ ഞാൻ മിൽക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാനാണ്. എനിക്ക് ഇങ്ങനത്തെ യൂട്യൂബ് ചാനൽ ഇല്ലാത്തോണ്ടേ ഞാൻ അങ്ങനെ യൂട്യൂബ് ആണ് ഇതിനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഞാനിതൊന്നും അറിയാതെ. കാരണം എന്റെ ഇൻസ്റ്റാഗ്രാം കമന്റ്സിലൊക്കെ ആരെങ്കിലും പറയാനാണ്. യൂട്യൂബ് ഇല്ലാത്തോണ്ടാണ് എനിക്ക് ഇതൊന്നും അറിയാത്ത. സ്കൂൾ എവിടത്തെയോ നോട്ടീസ് ബോർഡ് ഒക്കെ പോലെ, കംപ്ലൈന്റ് പെട്ടിയൊക്കെ പോലെയാ. അതെ അതെ അതെ. അപ്പം യൂട്യൂബ് ചാനൽ എന്തായാലും വേണം. പക്ഷെ ആക്ച്വലി ഇറ്റ്സ് ഗുഡ്. ഇടയ്ക്ക് ഒരു പ്ലാൻ വരുമ്പോ ഇങ്ങനെയൊക്കെയാ, പറയാൻ പറ്റില്ല കേട്ടോ. അതെ അതെ. ഒന്നാമത്തെ കാര്യം, സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ മടിയുള്ളവർക്ക് ഭയങ്കര പാടാണ്. എനിക്ക് വ്ളോഗിങ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ ഭയങ്കര മടിയാ. അത് അപർണയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര, പക്ഷെ ഞാൻ എപ്പോഴും സ്വന്തമായിട്ട് പക്ഷെ എന്നാലും ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നല്ല നല്ല റീൽസ് എടുക്കുന്ന കാണുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഐ എം നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. അതുകൊണ്ട് എനിക്ക് ആൾക്കാർക്ക് അതാ ഇഷ്ടം. നമ്മൾ എപ്പോഴും ബാക്ക് ടു ബാക്ക് ആഡ്സ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കുറച്ചൊരു വീഡിയോസ് വേണം. അവർക്ക് വേണമല്ലോ, അവർക്ക് കൺസ്യൂം ചെയ്യാൻ നമ്മുടെ ആഡ്സ് മാത്രമല്ലല്ലോ, എന്തെങ്കിലും കോണ്ടന്റ് വേണമല്ലോ. സോ ദാറ്റ്സ് ഗുഡ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത തവണ ലക്ഷ്മിനെ കാണുമ്പോൾ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ പറയും ഗൈസ്, എനിക്ക് കുറെ കമന്റ്സ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ബൈ ബൈ.